ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതാവ് കൂടി ടെലിഫോൺ ലൈനുണ്ട്. ജ്യോതികുമാർ ചാമക്കാല, അസാധാരണ നീക്കം വീണ്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഗവർണറോട് ഒട്ടും സന്ധിയില്ല. രാഷ്ട്രപതിക്കും കേന്ദ്ര സർക്കാരിനും കത്തയച്ചിരിക്കുകയാണ് ഗവർണർക്കെതിരെ. എന്താണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്? ഇവർ പരസ്പരം ഇങ്ങനെ കത്ത് കൊടുത്തും പരാതി കൊടുത്തും ഒക്കെ നിൽക്കുന്നു. സർക്കാർ ഗവർണർക്കെതിരെ നേരത്തെ കോടതിയിൽ പോയി, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോയതുപോലെ തന്നെ കേരളത്തിൽ നിന്നും പോയിരുന്നു. ഏറ്റവും അവസാനം കണ്ണൂരിലെ വൈസ് ചാൻസലർ പുനർനിയമനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ വന്നു. ആ കേസിൽ സർക്കാരിന്റെ ബാഹ്യ ഇടപെടൽ ഉണ്ടായി. അതുകൊണ്ട് മാത്രം അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് ഇങ്ങോട്ട് സർക്കാരും ക്യാൻസലും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. ക്യാൻസലെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പരിപൂർണമായ അധികാരം ലഭിച്ചതിന് ശേഷവും അദ്ദേഹവും നിഷ്പക്ഷമായിട്ടല്ല പെരുമാറുന്നത് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഇവിടെ സർവകലാശാലകളിൽ സ്വയംഭരണാവകാശം നിലനിർത്തണം എന്നാണ് ഏറ്റവും അവസാനം സുപ്രീം കോടതി വിധിയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതിന് വിരുദ്ധമായി ചാൻസലർ ചെയ്യുന്നു. എന്നാൽ ചാൻസലർ ചെയ്യുന്നത് പോലെയല്ല, ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യണമെന്ന് ഗവർണർ സർക്കാർ ശാഠ്യം പിടിക്കുന്നു. അപ്പോ സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളായി തുടരണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനെ തുടർന്നുള്ള തർക്കങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കത്തയപ്പും മറുകത്തയപ്പും ഒക്കെ. ഏതായാലും ഇതിലൂടെ നഷ്ടപ്പെടുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ പാലിക്കേണ്ട ഡെക്കോറമാണ് ഒന്ന്. രണ്ടാമത് സർവകലാശാലയുടെ ഭാവിയാണ്. സർവകലാശാലകൾ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കും, സർവകലാശാലകൾ പുനരുജ്ജീവിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോഴും ഇവിടെ 9 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല എന്നുള്ളത്. ശരി, നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോഴിക്കോട്.